ഹായ് ഹലോ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈറ്റമിൻ ഇ ഓയിലിനെ കുറിച്ചാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന അല്ലെങ്കിൽ കേട്ടിട്ടെങ്കിലും പരിചയമുള്ള ഒരു കാര്യമായിരിക്കും വൈറ്റമിൻ ഇ ഓയിൽ അല്ലെങ്കിൽ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ എന്നുള്ളത്. അപ്പം ഒരുപാട് സ്കിൻ കെയറിലും ഹെയർ കെയറിലും ഒക്കെ നമ്മൾ ഈ ഒരു വൈറ്റമിൻ ഇയുടെ ഓയിൽ യൂസ് ചെയ്യാറുണ്ട്. നമ്മുടെ സ്കിന്നിനാണെങ്കിലും നമ്മുടെ ഹെയറിനാണെങ്കിലും ഒരുപാട് ഗുണങ്ങൾ തരുന്ന ഒന്നാണ് വൈറ്റമിൻ ഇയുടെ ഓയിൽ. വൈറ്റമിൻ ഇ ഓയിൽ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, ആർക്കൊക്കെ യൂസ് ചെയ്യാം, യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉള്ള ഒന്നാണ് വൈറ്റമിൻ ഇ ഓയിൽ. ഇത് നമ്മുടെ ഹെൽത്ത് വൈസ് ആണെങ്കിലും നമുക്ക് വേണ്ട ഒരു വൈറ്റമിൻ തന്നെയാണ്. സാധാരണയായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ് ഈ ഒരു വൈറ്റമിൻ നമ്മുടെ ബോഡിയിലേക്ക് കിട്ടുന്നത്. അതുവഴി അതിൻ്റെ ഗുണങ്ങൾ നമ്മുടെ സ്കിന്നിലേക്കും നമ്മുടെ ഹെയറിലേക്കും ഒക്കെ കിട്ടും. അപ്പോൾ ഇതിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറയുന്ന സമയത്ത് നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവും, നമുക്ക് മുടി കൊഴിച്ചിൽ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സമയത്താണ് കൂടുതൽ ആളുകളും വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളൊക്കെ വാങ്ങിയിട്ട് ഉള്ളിലേക്ക് കഴിക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ഇതുപോലെയുള്ള ക്യാപ്സ്യൂളൊക്കെ കഴിക്കുന്ന സമയത്ത് ഒരു ഡോക്ടറുടെ അഡ്വൈസോട് കൂടി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് കഴിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഗുണത്തെക്കാളേറെ ദോഷമായിട്ടായിരിക്കും. പക്ഷേ നമുക്ക് പ്രത്യേകിച്ച് ആരുടെ അഡ്വൈസ് ഒന്നും ഇല്ലെങ്കിലും എക്സ്റ്റേണലി യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇതിന് പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റ് ഒന്നും തന്നെ ഇല്ല. നമുക്ക് നമ്മുടെ മുടി വളർച്ചയ്ക്കാണെങ്കിലും സ്കിന്ന് കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് വെക്കാനാണെങ്കിലും വൈറ്റമിൻ ഇയുടെ ഓയിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്ക് കിട്ടുന്നത് നോക്കാം. ഫസ്റ്റായിട്ട് നമ്മളെല്ലാവരും നല്ല ഹെൽത്തി ആയിട്ടുള്ള യങ് ആയിട്ടുള്ള സ്കിന്ന് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് വേണ്ട രണ്ട് കാര്യങ്ങളാണ് ഇലാസ്റ്റിനും കൊളാജനും. ഇതിൻ്റെ അളവിൽ മാറ്റം വരുന്ന സമയത്ത് നമ്മുടെ സ്കിന്ന് പ്രായം തോന്നിക്കാനും നമ്മുടെ സ്കിന്നിൻ്റെ കളറ് കുറയാനും നമുക്ക് കരിമങ്ങല്യം പിഗ്മെൻറ്റേഷൻ പോലെയുള്ള അവസ്ഥകളൊക്കെ സ്കിന്നിൽ ഉണ്ടാവാനും ഒക്കെ കാരണമാകും. അപ്പോൾ ഈ ഒരു വൈറ്റമിൻ ഇയുടെ ഓയിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇലാസ്റ്റിനും കൊളാജനും ഒക്കെ കൂട്ടാൻ സഹായിക്കുന്നുണ്ട്. അതുവഴി നമ്മുടെ സ്കിൻ ഇത് ടൈറ്റൺ ചെയ്ത് വയ്ക്കും, സ്കിന്ന് തൂങ്ങിപ്പോകുന്നത് തടയും, നമ്മുടെ സ്കിന്നിൽ ചുളിവുകളും വരകളും ഒക്കെ ഉണ്ടാകുന്നത് തടയാനും നമ്മുടെ പിഗ്മെൻറ്റേഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാനും ഉണ്ടെങ്കിൽ തന്നെ അത് മാറാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. നമ്മുടെ സ്കിന്നിൻ്റെ ചെറുപ്പം നിലനിർത്താനായിട്ട് വൈറ്റമിൻ ഇയുടെ ഓയിൽ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം. നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന വെളിച്ചെണ്ണയേക്കാളും അല്ലെങ്കിൽ ആൽമണ്ട് ഓയിലിനേക്കാളൊക്കെ കുറച്ചും കൂടെ കട്ടി കൂടിയിട്ടുള്ള ഒരു ഓയിലാണ് വൈറ്റമിൻ ഇയുടെ ഓയിൽ. അതുകൊണ്ട് തന്നെ അത് മാത്രം നമ്മൾ സ്കിന്നിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിലേക്ക് പെട്ടെന്ന് അബ്സോർബ് ആവില്ല. അപ്പോൾ നമ്മളെപ്പോഴും വൈറ്റമിൻ ഇയുടെ ഓയിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും വേറൊരു ഓയിലിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഫേസ് പാക്കിൻ്റെയോ ഫേസ് മാസ്കിൻ്റെയോ ഒക്കെ കൂടെ മിക്സ് ആക്കിയിട്ട് വേണം യൂസ് ചെയ്യാൻ. അതും അല്ലെങ്കിൽ അലോവേര ജെല്ലും റോസ് വാട്ടറും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു കട്ടി കുറച്ചിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് മാത്രമേ അത് നമ്മുടെ സ്കിന്നിലേക്ക് നന്നായിട്ട് അബ്സോർബ് ആവുകയുള്ളൂ. അപ്പോൾ ചെറുപ്പം നിലനിർത്താൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്കുള്ള ഏറ്റവും നല്ല ഓപ്ഷൻ ആൽമണ്ട് ഓയിലിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതാണ്. ആൽമണ്ട് ഓയിലിലും കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് വൈറ്റമിൻ ഇ തന്നെയാണ്. അപ്പോൾ ഇനി ഇത് യൂസ് ചെയ്യേണ്ടതിൻ്റെ അളവ് പറഞ്ഞു തരാം. വളരെ കുറഞ്ഞ അളവിൽ മാത്രം വൈറ്റമിൻ ഇയുടെ ഓയിൽ എടുത്താൽ മതി. നമ്മളിപ്പോൾ ഒരു സ്പൂൺ ആൽമണ്ട് ഓയിൽ എടുക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒരു 5 ഡ്രോപ്സ് വൈറ്റമിൻ ഇയുടെ ഓയിൽ ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ട് നിങ്ങളിത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. എപ്പോഴും നല്ലത് രാത്രി സമയത്ത് യൂസ് ചെയ്യുന്നതാണ്. ഇനി വൈറ്റമിൻ ഇ ഓയിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് കിട്ടുന്ന അടുത്ത ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിലെ ഡ്രൈനെസ് മാറ്റാനും സ്കിന്ന് മോയ്സ്ചർ ചെയ്ത് വെക്കാനും ഒക്കെ സഹായിക്കും. ഇപ്പോൾ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുള്ളവർക്ക് ഇടയ്ക്കിടയ്ക്ക് സ്കിന്നിൽ നന്നായിട്ട് മൊരിച്ചിൽ പോലെ വരും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ഈ ഒരു മൊരിച്ചിൽ മാറിക്കിട്ടാനും സ്കിന്ന് കുറച്ചും കൂടെ സോഫ്റ്റും സ്മൂത്തും ആവാനും ഒക്കെ വൈറ്റമിൻ ഇ ഓയിൽ യൂസ് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത ബെനിഫിറ്റ് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന പാടുകൾ മാറാൻ നല്ലതാണ്. പ്രത്യേകിച്ചും ചെറിയ രീതിയിലുള്ള പാടുകൾ കേട്ടോ. വലിയ ഡീപ്പായിട്ടുള്ള പാടുകളാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും അത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ മാറിക്കിട്ടാൻ. അതുപോലെ തന്നെ സ്ട്രെച്ച് മാർക്ക് ആണെങ്കിലും നമുക്കിതുകൊണ്ട് മാറ്റാൻ സഹായിക്കും. സ്ട്രെച്ച് മാർക്ക് ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ട് മാറില്ല. ചിലർക്ക് സ്ട്രെച്ച് മാർക്ക് കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള കളറിലായിരിക്കും. അപ്പോൾ ആ ഒരു ഡാർക്ക് കളറൊക്കെ കുറച്ചിട്ട് നമ്മുടെ സ്കിന്നിന് ഏകദേശം മാച്ച് ആയിട്ടുള്ള ആ ഒരു കളറിലേക്ക് സ്ട്രെച്ച് മാർക്ക് കൊണ്ടുവരാനും നമുക്ക് വൈറ്റമിൻ ഇ ഓയിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് സാധിക്കുന്നുണ്ട്. പിന്നെ മുഖക്കുരു വന്നതിൻ്റെ പാടുകൾ അങ്ങനെയുള്ള ചെറിയ പാടുകളൊക്കെ വൈറ്റമിൻ ഇയുടെ ഓയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും.
ഇനി ഇത് സ്കിന്നിൽ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ്, എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഓയിൽ തന്നെയാണ് വൈറ്റമിൻ ഇയുടെ ഓയിൽ. പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. എന്നാലും ഓയിലി സ്കിൻ ഉള്ളവരും ആക്നെ പ്രോൺ സ്കിൻ ഉള്ളവരും ഇത് അപ്ലൈ ചെയ്തിട്ട് അരമണിക്കൂറിൽ കൂടുതലായിട്ട് ഫേസിൽ വെക്കാതിരിക്കുന്നതാണ് നല്ലത്. അവർക്ക് കൂടുതലായിട്ട് പിമ്പിൾസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അരമണിക്കൂറിന് മുന്നേ ആയിട്ട് തന്നെ സോപ്പ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു മൈൽഡായിട്ടുള്ള ക്ലെൻസർ യൂസ് ചെയ്തിട്ടോ ഒക്കെ വാഷ് ചെയ്ത് കളയുന്നതാണ് നല്ലത്. അല്ലാത്ത സ്കിൻ ടൈപ്പ് ഉള്ളവർക്ക് 1-2 മണിക്കൂർ നേരത്തേക്ക് നിങ്ങൾക്കിത് സ്കിന്നിൽ അപ്ലൈ ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി ചിലർക്ക് ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്, വൈറ്റമിൻ ഇയുടെ ഓയിൽ നമ്മൾ സ്കിന്നിൽ യൂസ് ചെയ്തതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, അല്ലെങ്കിൽ കുറേ കാലത്തേക്ക് ഇത് യൂസ് ചെയ്യണോ, കുറച്ച് കാലം യൂസ് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്താൽ അത് പ്രശ്നമാവുമോ എന്നൊക്കെ ഉള്ളത്. നമ്മൾ സാധാരണയായിട്ട് വൈറ്റമിൻ ഇയുടെ ഓയിൽ യൂസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു 2-3 ആഴ്ച കൊണ്ടൊക്കെ ആയിരിക്കും ചെറിയ രീതിയിലുള്ള വ്യത്യാസം അറിയാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങളങ്ങനെ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ സ്കിന്നിൽ ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ യൂസ് ചെയ്യുക. കുറേ നാളത്തേക്ക് ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കുഴപ്പം തന്നെ ഇല്ല. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് സ്റ്റോപ്പ് ചെയ്യാനും പറ്റുന്നതാണ്. പിന്നെ എത്ര വയസ്സ് മുതൽ ഇത് യൂസ് ചെയ്യാമെന്ന് ചോദിച്ചാൽ ഒരു 15 വയസ്സിന് മുകളിലേക്കുള്ള എല്ലാവർക്കും തന്നെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. നമ്മളെല്ലാവരും സാധാരണയായിട്ട് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ വാങ്ങിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഓയിൽ എടുത്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ബോട്ടിൽ രൂപത്തിലും വൈറ്റമിൻ ഇയുടെ ഓയിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെയും വാങ്ങിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും സമയം നമ്മൾ വൈറ്റമിൻ ഇ ഓയിൽ സ്കിന്നിൽ യൂസ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതെങ്ങനെയാണ് നമ്മുടെ മുടിയിൽ യൂസ് ചെയ്യുന്നത്, മുടിയിൽ യൂസ് ചെയ്താൽ കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. സ്കിന്നിൽ യൂസ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ നേരിട്ട് യൂസ് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. നമ്മൾ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിലിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഹെയർ പാക്കിൻ്റെ ഒക്കെ കൂടെയോ മിക്സ് ആക്കിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ സ്കിന്നിൽ നമ്മളൊരു 5 ഡ്രോപ്സ് ഒക്കെ എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഒരു ടീസ്പൂൺ ഓയിൽ എടുക്കുന്ന സമയത്ത്. ഇവിടെ ഹെയറിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ അളവിൽ എടുക്കാം. സ്കിന്നിൽ എടുക്കുന്നതിനേക്കാൾ ഇരട്ടി അളവിൽ നമുക്ക് ഹെയറിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി ഇത് എങ്ങനെ മുടി വളർച്ചയ്ക്കും മുടി കൊഴിച്ചിൽ കുറയാനുമായിട്ട് യൂസ് ചെയ്യാമെന്നുള്ളത് നോക്കാം. വൈറ്റമിൻ ഇ ഓയിൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ മുടിയുടെ റൂട്ട്സ് കുറച്ചും കൂടെ സ്ട്രോങ് ആക്കിയിട്ട് വെക്കാൻ ഹെൽപ്പ് ചെയ്യും. അതുവഴി തന്നെ നമുക്ക് നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ പറ്റും. നമ്മുടെ വേരുകൾക്ക് ബലം ഇല്ലാതായി പോകുമ്പോഴാണ് പെട്ടെന്ന് കൊഴിഞ്ഞു പോകുന്നത്. അപ്പോൾ വൈറ്റമിൻ ഇ ഓയിൽ നിങ്ങൾ സ്കാൽപ്പിലേക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മുടി നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും. ഇങ്ങനെ മുടി സ്ട്രോങ് ആക്കി വയ്ക്കുന്നതിലൂടെ നമുക്ക് മുടിയുടെ തിക്നെസ് കൂട്ടാനും സാധിക്കും. ഇനി അടുത്ത ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുടിയുടെ ഡ്രൈനെസ് മാറിക്കിട്ടാനും മുടി പൊട്ടിപ്പോകുന്നത് തടയാനും ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട്. മുടി ഒരുപാട് ഡ്രൈ ആയിരിക്കുന്ന സമയത്താണ് മുടി പൊട്ടിപ്പോകുന്ന പ്രശ്നം വരുന്നത്. അപ്പോൾ വൈറ്റമിൻ ഇയുടെ ഓയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡ്രൈനെസ് മാറ്റിയിട്ട് മുടി നല്ല സ്മൂത്ത് ആക്കി വയ്ക്കാൻ സഹായിക്കും. പിന്നെ അടുത്ത ബെനിഫിറ്റ് നമ്മുടെ മുടിക്ക് നല്ല തിളക്കം ഉണ്ടാവാൻ സഹായിക്കും എന്നുള്ളതാണ്. വൈറ്റമിൻ ഇ ഓയിലിൻ്റെ കൂടെ കുറച്ച് ഒലീവ് ഓയിലും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ മുടിക്ക് നല്ല തിളക്കം ഉണ്ടാവും. പിന്നെ മുടി പൊട്ടിപ്പോകുന്നത് തടയാൻ ആൽമണ്ട് ഓയിലിൻ്റെ കൂടെ വൈറ്റമിൻ ഇയുടെ ഓയിൽ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഇത്രയും ബെനിഫിറ്റാണ് നമുക്ക് വൈറ്റമിൻ ഇ ഓയിൽ സ്കിന്നിലും ഹെയറിലും ഒക്കെ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. എല്ലാവർക്കും തന്നെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്ത ഒരു ഓയിലാണ് വൈറ്റമിൻ ഇ ഓയിൽ. അപ്പോൾ നിങ്ങളും ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ സ്കിന്നിലെയും ഹെയറിലെയും ഒക്കെ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്